ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബ്ലൂ നെറ്റ് വെച്ചിട്ട് 6 വയസ്സായ ഒരു കുട്ടിക്കുള്ള സെൻട്രല ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അതിനായി ഞാനൊരു 16 മീറ്റർ നെറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങും 2 മീറ്റർ കോട്ടൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ നെറ്റിൽ നിന്ന് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തെ കയറ്റായി ഞാനൊരു 8 മീറ്റർ നീളത്തിൽ 23 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ ആയിട്ട് ഒരു 4 മീറ്ററിൽ ഒരു 22 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താണിത്. ഇതിൽ നെറ്റിന് ഞാൻ 3 ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ലെയർ 2 മീറ്ററിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ക്രൈപ്പിൻ്റെ ലൈനിങ് ഞാൻ ഒരു 23 ഇഞ്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കോട്ടൺ ഞാൻ അംബ്രല കട്ടിങ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും നെറ്റ് ഉപയോഗിച്ച് 3 ലെയറൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ എക്സ്ട്രാ സ്റ്റിഫ് നെറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വിടർന്ന് നിൽക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്കി പീസിൽ നിന്ന് അതിൻ്റെ യോക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ആദ്യം ഈ കോട്ടൺ ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അത് വെച്ചാണ് ക്രേപ്പിലും നെറ്റിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാനൊരു 7 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിനേക്കാൾ ഒരു 3/4 ഇഞ്ച് ഏറെ ഞാൻ ഈ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് അത്ര ആ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഞാനൊരു 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതേ 6 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ആമോളും അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 2.5 ഇഞ്ചിലും നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചിലും അടയാളപ്പെടുത്തി കൊടുത്ത് അതൊരു ബോക്സ് രൂപത്തിൽ വരച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കർവ് ചെയ്ത് നെക്ക് ഒന്ന് വരച്ചെടുക്കാം. അതുപോലെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ചെസ്റ്റും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെസ്റ്റിൻ്റെ അളവ് ഒരു 7 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്ക് കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിനെ കാട്ടി 1 ഇഞ്ച് കുറച്ചാണ് കേട്ടോ വരച്ചെടുക്കണത്. അതിന് ശേഷം ഞാനൊരു 11 ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് 1 ഇഞ്ച് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതായത് ഇതുപോലെ അങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ വരച്ച ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഷോൾഡർ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ കോട്ടൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്ത അതേ അളവ് തന്നെ ഈ ക്രൈപ്പിൻ്റെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് ഈ നെറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനൊരു 12 ഇഞ്ച് വീതിയിൽ 2 മീറ്ററിൽ നെറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലൈനിങ് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ലൈനിങ് ഫുള്ളാവുന്നത് വരെ ഇങ്ങനെ ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി നമുക്ക് ഇങ്ങനെ ഒന്ന് പിന്ന് കുത്തി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ എടുത്ത് ഇങ്ങനെ മടക്കി കൊടുത്തുകൊണ്ട് അതും നമുക്കിങ്ങനെ പിന്ന് കുത്തി ഫുള്ളായിട്ടൊന്ന് പിന്ന് കുത്തിയെടുക്കാം. അടിഭാഗത്തും ഞാൻ പിന്ന് കുത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരേപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം 2 ഭാഗത്തും പിന്ന് കുത്തി കൊടുത്താലേ നമുക്ക് ആ ഫ്രില്ല് കറക്റ്റായി കിട്ടുള്ളൂ. ഇതുപോലെ 2 സൈഡും ഇങ്ങനെ ഫ്രില്ല് എടുത്തുകൊണ്ട് ഒരേപോലെ കുത്തി കൊടുക്കണം. അതുപോലെ നമുക്ക് ഈ ഇത് മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ 2 മീറ്റർ ഫുള്ളായിട്ട് ഞാൻ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ക്രേപ്പിൻ്റെ ലൈനിങ് ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ നെക്കിൻ്റെ ഭാഗം ആ സ്ലീവിൻ്റെ ഭാഗം അടിഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ ലൈനിങ്ങും നെറ്റും തമ്മിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ അരികൊക്കെ ഒരു 1/2 ഇഞ്ച് വിട്ട് ഒന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. എക്സ്ട്രാ ഉള്ള പീസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഈ കോട്ടൺ ലൈനിങ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അത് ഇതിൻ്റെ ഈ നല്ല ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്ലീവിൻ്റെ ഭാഗം നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം മറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സ്ലീവിൻ്റെയും നെക്കിൻ്റെയൊക്കെ ഈ അരികൾ ഇതിൽ ഞാൻ ചെറുതായിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് മറിച്ച് കൊടുക്കുമ്പോൾ ആ കറക്റ്റ് നല്ല ഇതിൽ കിട്ടാനാണ് ഇങ്ങനെ ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മറിച്ച് കൊടുത്തപ്പോൾ ആ ഫ്രില്ലിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ അരികിലൊന്ന് നമുക്ക് പതിച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ അപ്പോൾ അതാ കറക്റ്റായിട്ട് എന്താണ് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഈ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ഞാൻ ഈ ബാക്ക് പാർട്ടിൻ്റെ ഈ പീസ് അതിൻ്റെ മുകളിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ഇട്ട് കൊടുക്കുക, ക്രൈപ്പിൻ്റെ പീസിൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്ലീവിൻ്റെ ഭാഗവും ഈ നെക്കിൻ്റെ ഭാഗവും അതുപോലെ ഈ സെൻറ്റർ ഉണ്ടല്ലോ അടി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാനായി നമ്മൾ ബാക്ക് പാർട്ട് റെഡിയാക്കി എടുത്തിട്ടില്ലേ, അതിൻ്റെ ആ മുകളിലുള്ള ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് അതിങ്ങനെ വലിച്ചു കൊടുത്തുകൊണ്ട് ആ നെറ്റും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതുണ്ടല്ലേ. എന്നിട്ട് ഈ ഷോൾഡർ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ ഈ ഭാഗം ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താൽ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ചൊക്കെ നമുക്ക് ഉള്ളിൽ പോവും, പുറത്തേക്ക് കാണാതെ ഇത് മറിച്ചെടുക്കുമ്പോൾ ഉൾഭാഗത്തേക്കായി കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ മറിച്ച് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഒന്നിങ്ങനെ മറിച്ച് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ ഒന്നും മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ട ആ സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും, അത് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല. അതിന് ശേഷം ഈ ബാക്ക് പാർട്ട് ഒന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ബാക്ക് പാർട്ടിൻ്റെ നെക്കും സ്ലീവും ഒക്കെ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബാക്കിൽ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബ് അറ്റാച്ച് ചെയ്തെടുക്കണമെന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ, വെറുതെ നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. സിബ് ചെയ്തെടുക്കണ വീഡിയോ ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ, ആവശ്യക്കാരുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് ഈ സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 ലെയറിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്രില്ല് ഇങ്ങനെ ഇതുപോലെ ഈ ഒരു ഇതിൽ 3 ലെയറായിട്ട് അങ്ങനെ 3 അട്ടിയിൽ ഇങ്ങനെ വെച്ച് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ഇത് ഇതുപോലെ അങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ 2 സൈഡിലും അടിയിലായിട്ട് ഈ 2 വള്ളി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം 2 സൈഡിലും ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുമെന്ന് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസുകളുണ്ടല്ലോ, അതിൽ ഈ നെറ്റുകളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ലൈനിങ്ങും ഫ്രില്ലിട്ടെടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഈ 8 മീറ്ററിൽ കട്ട് ചെയ്തെടുത്ത ഈ നെറ്റൊന്ന് ഫ്രില്ലിട്ടെടുക്കാം. അതിന് ശേഷം 4 മീറ്ററിൽ കട്ട് ചെയ്തെടുത്ത നെറ്റും 2 മീറ്ററിൽ കട്ട് ചെയ്തെടുത്ത നെറ്റും ഒക്കെ ഒന്നിങ്ങനെ ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കാം. ഇത് 8 മീറ്ററിൽ കട്ട് ചെയ്തെടുത്ത നെറ്റ് ഞാൻ ഫ്രില്ലിട്ടെടുത്താണ് കേട്ടോ. അതേ അളവ് തന്നെ അതേ ഒരു നീളം വരുന്ന രീതിയിൽ ഈ 4 മീറ്ററും 2 മീറ്ററും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 3ഉം കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ ക്രൈപ്പ് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ടെടുത്താണ്ടത്. ഇത് നമുക്ക് ഈ നെറ്റിൻ്റെ മുകളിൽ വെച്ചതായി ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്നാക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ ആ അളവിലാണ് ഇത് റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ യോക്ക് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ആ വേസ്റ്റിൻ്റെ അളവ് അളന്ന് അതേ രീതിയിൽ അതേ അളവിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ഈ യോക്ക് പാട്ട് ഈ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഈ നല്ല ഭാഗം പുറകോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ നല്ല ഭാഗം സ്കേർട്ടിൻ്റെ നെറ്റ് ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്താണ്ടത്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ട് ഞാനൊരു 8 മീറ്റർ ക്യാൻ ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 2ആയിട്ട് മടക്കി കൊടുത്ത് ഇതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ചുറ്റിലും അങ്ങനെ ചെയ്തെടുത്താണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ ക്യാൻ ലേസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ ഫ്രില്ല് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് പൊങ്ങി നിൽക്കും. ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാനൊരു 48 മീറ്റർ ഫ്രില്ല് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തട്ടായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു തട്ടിൽ 3 ലെയറായിട്ട് 24 മീറ്ററും
അതിൻ്റെ മുകളിലായിട്ട് 24 അങ്ങനെ 48 മീറ്റർ ഫ്രില്ല് ഇതാ ഇതിനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ 3 ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതാ ക്യാൻ ലേസിൻ്റെ മുകളിലായിട്ട് ഇതാ 2 തട്ടിൽ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 തട്ടിൽ ചെയ്തപ്പോൾ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് 3 തട്ടിലൊക്കെ ചെയ്തെടുക്കും, 2 തട്ടിൽ ചെയ്തപ്പോൾ തന്നെ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലും നെക്കിലും ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റോണിൻ്റെ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അതേപോലെ തന്നെ നെക്കിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ വെക്കാനായിട്ട് ഞാനൊരു ബോ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബോമ്മലും ഞാൻ ഈ ലേസിൻ്റെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ബോയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പണിയുണ്ട് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.